സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കണം. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഞങ്ങളെ രക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം പ്രതീക്ഷിച്ചു വന്നിരിക്കുന്ന ദാസനെ ജീവിതത്തിൽ ചേർക്കുകയും പ്രസാദപരത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. വീണ്ടും ജനിച്ച പിതാവെ നീ വിളിക്കാൻ ശിശുവിനെ അർഹനാക്കണമേ. ഈ പിതാശിയെ കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടെ പോലെ ദൈവമേ എഴുതി ജലത്താൽ ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒടുവിലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങേ തേടി. ജീവന്റെ ദൈവത്തെ കാണാൻ എന്റെ ആത്മാവ് ദാഹിക്കുന്നു. രാവും പകലും ഞാൻ കണ്ണുനീര് കുടിക്കുന്നു. ഞാനിപ്പോൾ എന്റെ ദൈവത്തോട് എന്റെ ആത്മാവിൽ നീ എന്തിന് ആഗ്രഹപ്പെടുന്നു? നീ എന്തിന് വിഷാദിച്ചു എഴുതുന്നു? ദൈവത്തെ ആശ്രയിക്കുക. രക്ഷകനായ ദൈവത്തെ ഞാൻ പ്രചരിപ്പിക്കുന്നു. എന്റെ ആത്മാവ് അസ്വസ്ഥം. പകൽ ദൈവം തന്നെ അനുഗ്രഹം വർഷിക്കും. രാത്രി ഞാൻ അവിടുത്തെ സ്ഥിതിക്കും. ഈ ദൈവത്തിൽ അഭയം തേടുക. രക്ഷകനായ ദൈവത്തെ ഞാൻ പുത്രനും പരിശുദ്ധാത്മാവിന് ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ തുറന്നു കിട്ടുമെന്ന് തെളിച്ചിട്ട് കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസനൻ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും നിന്റെ ശിശുക്കൾക്കും നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദിസ ജലത്തിലൂടെ പാപക്കറകൾ കഴുകി ശിശു പൊതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ മൗലിക ശരീരത്തിലായ ദാസൻ ഉദാസകളുടെ സ്വീകരണ വഴി ആത്മീയവും ശാരീരികം വളരുവാൻ ഇടയാകട്ടെ. ഇതാകത്തെ പ്രതിദാസനോട് ചോദിക്കുന്നു പറയുക. വിശ്വാസത്തിന് അടിമത്തിൽ മോചിതനാകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപമാർഗം ഉപേക്ഷിക്കുന്നുവോ? ഈശോ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? ഈ അഭിഷേക തൈലത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മാത്യു ഉദരമായിരിക്കുന്നു. ആമേൻ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സർവ്വസൗഭാഗ്യം വിശ്വാസം സ്ഥിരീകരിക്കപ്പെട്ട് വിശുദ്ധായി സാക്ഷ്യം നൽകാൻ ആഗ്രഹിക്കുന്നുവോ? നിത്യജീവിതത്തിൽ അവകാശമാക്കുന്ന പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ ദാസനെ ആത്മാവിന്റെ ദാസനെ കൈവെപ്പ് ശുശ്രൂഷ വഴി പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് സുവിശേഷത്തിന്റെ സാക്ഷികളിൽ വീരപടയാളികൾ സകല വിശുദ്ധദാസനായിരിക്കും ശക്തനാകട്ടെ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാന ക്ഷമയും ദയയും നന്മയും വിശ്വസത്തെ സൗഖ്യതയും ആത്മസംയമനം മുന്നിൽ കഴിയട്ടെ. അങ്ങയുടെ അക്ഷരത്താൽ ദുർബലമായ ജീവിതം നൽകി ദാസനിടയാകട്ടെ. അങ്ങേക്ക് പ്രിയപ്പെടുന്നു പരിശുദ്ധാത്മാവിനെ സ്തുതിക്ക് വെച്ച് വരാതെ സമർപ്പിക്കുന്നു. ഇപ്പോഴും
മാമോദിസ സ്വീകരിച്ച മാറ്റു എല്ലാവരുടെയും വലിയ പരിശുദ്ധാത്മാവിനെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജീവന്റെ കീഴിൽ അറിയിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവ് നൽകുന്ന കർത്താവീശ്വരുടെ മാത്രമായ അങ്ങയുടെ മകനെ ഈശ്വരൻ കൊണ്ടവകാശം പരിശുദ്ധാത്മാവ് സമ്പന്നമാക്കി അങ്ങേ സൂചിപ്പിക്കുന്നു. ഈ ദാസൻ സത്യത്തിന് ആത്മാവിന് അങ്ങേ മഹത്വം നൽകിയിരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ പരിസ്ഥിതിയുടെ സ്ത്രീധന്മാരുടെയും പിതാവായ തോമാസിന്റെ വേദസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും മനസ്സറിന്റെ വാഴ്ത്തപ്പെട്ടവരുടെയും പരിസ്ഥിതി വ്യാപനത്തിന്റെ നാട്ടിൽ ശിശുവിനെ സഹായിക്കുമാറാകട്ടെ. ശിശുവിന്റെ നാമത്തിൽ നാടകമായ ദൈവങ്ങളുടെ പദവിയിലേക്ക് നമ്മെ ഉയർത്തിയ ദൈവം വാഴ്ത്തപ്പെട്ടവരാകട്ടെ. തിരുസഭയുടെ വിശ്വസ്തനെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നീ എന്ന സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപ്രേക്ഷകനായി കണ്ണു കണ്ടില്ലാത്തത് കാത് കേട്ടിട്ടില്ലാത്തത് ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തത് സർവ്വസൗഭാഗ്യം അവകാശിയായിട്ടുള്ള ആപത്തുകൾക്കിടയിൽ സങ്കടങ്ങൾ ആശ്വാസ പരീക്ഷകൾ പുരോഗതികളുടെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശാസനങ്ങൾ കുടുംബത്തിന്റെ പ്രകാശവും നാടിന്റെ സേവനമാകാനായിട്ട് ദൈവത്തിന്റെ യോഗ്യമാകട്ടെ. ഈ തിരുക്കർമ്മത്തിൽ നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എന്നേക്കും.